ഫ്രണ്ട്സ്, ഈ വീഡിയോ ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്താണ് കേട്ടോ. പക്ഷേ എനിക്ക് ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്നലെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതാണ് കേട്ടോ ഗൈസ്. ഇനി എൻ്റെ അനിയൻ വരുമ്പോൾ ഓനിക്ക് കുറച്ച് പ്ലംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് കൂടുതൽ ഇഷ്ടം ഫ്രൂട്ട്സിനോടാണ്. മാത്രമല്ല വീട്ടിലുള്ള എല്ലാവർക്കും അങ്ങനെയാണ്. പക്ഷെ എന്താണാവോ ഗൈസ്, മിനിയാന്നൊക്കെ അത് തിന്നാനുള്ളൊരു പൂതി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ താഴെയുള്ളവനി 1-2 തിന്നിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കേടൊന്നായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇന്നലെ എടുത്തിട്ട് അങ്ങനെ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ കുറേ നാളായി ഞാൻ എസ്തെറ്റിക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ആ ടൈമിലാണിപ്പോൾ എനിക്ക് കൈ കിട്ടിയത്. അങ്ങനെ വല്ലാണ്ട് എസ്തെറ്റിക് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. പക്ഷേ ഉണ്ടല്ലോ, അത് ചെയ്യാനെന്നപ്പോൾ തന്നെ എനിക്കൊരു അബദ്ധം പറ്റി ഗൈസ്. എന്താണെന്നറിയോ, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, എൻ്റെ കയ്യിലുള്ള ഈ ബൗളുണ്ടല്ലോ, ഈ ബൗളിൻ്റെ ഒരു വശം കുഞ്ഞീതായിട്ടൊന്ന് പൊട്ടിക്കണം. അതെങ്ങനെ പൊട്ടിയെന്നറിയോ? എൻ്റെ കയ്യിലല്ലേ. അമ്മ ഷോക്കേസിൽ വെച്ചിരുന്ന ബൗളൊക്കെ അമ്മ കാണേണ്ട എടുത്തുടന്നിട്ടാ. അപ്പോൾ കിട്ടിയ റബത്താണ്. അതിനെന്തുണ്ടെങ്കിലും ഉമ്മമാരോട് ചോദിച്ചിട്ടെടുക്കണം. ഒന്നുപോലും കട്ട് തിന്നാൻ പോലും പാടില്ല. അങ്ങനെയല്ലേ ഗൈസ്? ഞാനിമ്മ കാണാനായിട്ട് എടുത്താണ് കേട്ടോ. അപ്പോഴാണ് ഇപ്പോൾ ഇത് പൊട്ടിയത്. ഇനി വന്നാൽ എന്തൊക്കെ കുതൂഹലം ഉണ്ടാവാന്ന് അറിയില്ല. ചോദിക്കണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിലും ചോദിച്ചാലും ഒരു സമ്മതിക്കൂല. എങ്ങനെ വിരുന്നേരൊക്കെ വരുമ്പോൾ എടുക്കണ പാത്രമല്ലേ, അതൊക്കെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോക്കെ ഒന്ന് ചീത്തേക്കൂലേ. എൻ്റെ മനസ്സിൽ ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് ആ പാത്രം ഞാനെടുത്ത് ചോദിക്കാണ്ടല്ലോ കേട്ടോ, ചോദിച്ചിട്ട്. അപ്പോഴാണ് ഈ പാത്രത്തിൻ്റെ തുമ്പ് പൊട്ടിയത്. ഇനി വന്നാൽ ഉമ്മ അറിഞ്ഞാൽ പറയണം, അറിഞ്ഞില്ലെങ്കിൽ പറയണ്ട. അങ്ങനെയാണ് എപ്പോഴും പറയുക. നമ്മൾ പൊട്ടുന്ന പാത്രം, ഗ്ലാസ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദാരിദ്ര്യം വരുന്നു. ഉമ്മമാരൊരു പോളിസിയാണ്. ശരിക്കും അങ്ങനെ ഉണ്ടോ ഗൈസ്? ഗ്ലാസിൻ്റെ സാധനങ്ങളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. എന്തേലാവട്ടെ, ഇപ്പം തന്നെ ഞാൻ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എൻ്റെ പോരാളി ഒരു കൊലയാളിയാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ പ്ലംസ് കഴുകി അരിയാണ് കേട്ടോ. അരിഞ്ഞിട്ടൊന്നുമില്ല, വെറുതെ അരിഞ്ഞിട്ട് തിന്നാൻ എന്തെങ്കിലുമൊക്കെ ഒരു എസ്തെറ്റിക് ആവണ്ടേ. അതിലിടക്കൊരു സംഭവം ഉണ്ടായി ഗൈസ്. ഞാൻ ഈ പ്ലംസൊക്കെ കൂടെ എസ്തെറ്റിക് വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തോണ്ട് പോട്ടാ. ആ ടൈമിൽ താഴെ ചോദിക്കാം, ഇതെന്താ എല്ലാം എനിക്ക് കുറച്ച് എനിക്കുണ്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഇത് മൊത്തം ഞാൻ തിന്നൊന്നുമില്ല, കുറച്ച് എനിക്ക് തന്നാൽ മതി, ഞാനത് വീഡിയോ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അപ്പോൾ അവൻ പറയാം, അത് വേണ്ട എനിക്ക് അങ്ങോട്ട് തന്നിട്ട് ഈ പോയാൽ മതിയെന്ന്. അങ്ങനെ ഒരു തല്ല് കഴിഞ്ഞ് ഗൈസ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ വൃത്തിയായിട്ട സ്വഭാവം ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറയാണ്, അന്ന് ഈ ഞങ്ങൾക്ക് ആർക്കും തരാണ്ട് ഞങ്ങൾ കാണിച്ചിൽ ലേസൊക്കെ തന്നില്ലേ, അത് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് പബ്ലിക് ആക്കുന്നു. ഓൻ എന്നെ വരട്ടിയതാ ഗൈസ്. എങ്ങനെയുണ്ട് എൻ്റെ അനിയൻ തന്നെ. അത് കേട്ടപ്പോൾ ഞാൻ പതുക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് പ്ലംസ് ഓനും കൊടുത്ത്. ബാക്കിയുള്ള പ്ലംസ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ എസ്തെറ്റിക് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. എന്തിനാ വെറുതെ ഗൈസ് ഓൻ്റെ കൈക്ക് പണി ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ പ്രശ്നം അങ്ങോട്ട് സോൾവ് ആക്കി. കുറച്ച് ഓനും കുറച്ചിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിലെ പ്ലംസ് ആയിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്ത് ഓൻ എന്തെങ്കിലും ചെയ്തോട്ടെ. ചോദിക്കാൻ ചെന്നാലേ ഓനിനെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന പറഞ്ഞിരിക്കണേ. വെറുതെ പറയാണ്. എന്നാലും എന്താ ഇപ്പോൾ അവൻ്റെ കഥ? അങ്ങനെ തല്ലുണ്ടാവാനുള്ള ചാൻസ് കൂടി വരുമ്പോഴാണ് നമ്മൾ പോരാളി മുന്നിൽ പ്രത്യക്ഷപ്പെടണം കേട്ടോ. അപ്പോൾ ആ തല്ലൊക്കെ സോൾവ് ആവും. അതെങ്ങനെയെന്ന് അറിയില്ല ഗൈസ്. അതൊരു പവറാണ്. വോയിസ് ഓവർ കൊടുക്കാൻ സമയക്കില്ല, ബാക്കിൽ എന്തോ തച്ച് പൊളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ വന്നത്, ഞാൻ ഈ വായിക്കുന്ന ബുക്കുണ്ടല്ലോ, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ പ്രിൻസിപ്പൾ തന്നെ എഴുതിയൊരു ബുക്കാണ് കേട്ടോ. അവിടുത്തെ എല്ലാ സ്റ്റുഡൻസിനും പ്രിൻസിപ്പളിനും പബ്ലിഷ് ചെയ്യും. എല്ലാവർക്കും ഫ്രീ ആയിട്ട് മൂപ്പര ബുക്ക്. അങ്ങനെ ഞാൻ വിചാരിച്ച് എന്തിനാണ് മൂപ്പര ബുക്കൊക്കെ വായിക്കണം, വെറുതെ അല്ലേ ആ ടൈമിൽ കേട്ടോ. പക്ഷേ ഞാനൊരു 9ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോഴാണ് ഈ വീട്ടിൽ ബുക്ക് വെറുതെ ഇരിക്കുന്ന കണ്ടപ്പോൾ വായിക്കാൻ തുടങ്ങിയത്. അങ്ങനെ വായിച്ച് ഞാനിതീക്കാൻ കണ്ട് എഡിറ്റ് ആയിട്ടോ. മനുഷ്യപരസ്യം എന്നാണ് ബുക്കിൻ്റെ പേര്. ചെറുമായൊരു അക്ഷരസ്ഫുടതയൊക്കെയുള്ള ബുക്കാണെങ്കിലും എനിക്ക് അങ്ങനെയുള്ള ബുക്ക് വായിക്കാൻ ഇഷ്ടമില്ല കേട്ടോ. ഞാൻ കൂടുതൽ നോവലാണ്. അങ്ങനത്തെ ബുക്കാണ് ഗൈസ് ഇഷ്ടം. ഫസ്റ്റ് തൊട്ടിട്ട് ലാസ്റ്റ് വരെ ആ ബുക്കിൽ ഒരൊറ്റ കഥ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യണതുണ്ടല്ലോ, ആ ബുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ 2-3 ബുക്കൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബുക്ക് വീട്ടിലൊരു ബുക്കും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വായിക്കണത്. അപ്പോഴാണ് ഗൈസ് ഞാൻ എൻ്റെ മയിൽപ്പീലിയെ കണ്ടത്. കാരണം 9th പഠിക്കുമ്പോഴാണ് കേട്ടോ ഗൈസ് ഞാൻ ഈ ബുക്ക് വായിക്കുന്നത്. അങ്ങനെ ക്ലാസ്സിക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ഏതെങ്കിലും കുട്ടികൾ തന്ന മയിൽപ്പീലിയാവും. ഞാൻ അതിനെന്തായാലും ആകാശം കാണിക്കാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. എന്തായാലും സത്യസന്ധത കൊണ്ടൊക്കെ നമ്മളെല്ലാവരും ക്ലാസ്സിൽ പോകുമ്പോൾ ഈ മയിൽപ്പീലൊക്കെ കാണുമ്പോൾ എല്ലാവരും അവരവരുടെ ബുക്കിലൊക്കെ പൊതിഞ്ഞ് വെക്കൂലേ, ഞാനൊക്കെ ആ ടൈപ്പ് ആയിരുന്നിട്ടാ ഗൈസ്. എന്നിട്ട് അതിന് ആകാശം കാണാണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് പ്രസവിക്കും. അങ്ങനെയൊക്കെ ഓരോ ടൈം കഴിച്ച് കഴിഞ്ഞ പാത്രം കാണിച്ചെന്നുണ്ടെങ്കിൽ വിചാരിക്കും കഴിച്ച് കഴിഞ്ഞാൽ. പക്ഷേ എന്നെ വിശ്വസിക്കരുത് ഗൈസ്. ബാക്കിയുള്ള ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ബൈ.